ഒരു ഇന്ത്യൻ കമ്പനി ലോകത്തിലെ വലിയ ലക്ഷറി കാർ ബ്രാൻഡ് സ്വന്തമാക്കുമെന്ന് 1980-കളിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതൊരു സ്വപ്നം പോലെ തോന്നിയേനെ. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതാണ് ടാറ്റ മോട്ടോഴ്സ്. ഈ കഥ തുടങ്ങുന്നത് 1945. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ മുമ്പ് അന്ന് കമ്പനി പേര് ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനി, ടെൽകോ. റെയിൽവേ ലോക്കോമോട്ടീവ്സ്, ഹെവി എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് എന്നിവ നിർമ്മിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇന്ത്യ ഇൻഡസ്ട്രിയൽ പവർ ആകണം എന്ന വലിയ ദൂരദർശനമാണ് പിന്നിൽ. 1954-ൽ ഡെയ്മ്ലർ ബെൻസിനൊപ്പം പാർട്ണർഷിപ്പ് ആരംഭിച്ചു. കൊമേഴ്ഷ്യൽ ട്രക്സ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങി. അന്നത്തെ ഇന്ത്യക്ക് ശക്തമായ ഗതാഗത സംവിധാനമാണ് ആവശ്യമായിരുന്നത്. ടാറ്റ ട്രക്സ് ക്രമേണ റോഡുകളിൽ വിശ്വാസം നേടി. ട്രാൻസ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ടാറ്റ വെഹിക്കിൾ ഒരു ഉറച്ച കൂട്ടായി മാറി. അടുത്ത പതിറ്റാണ്ടുകൾ മുഴുവൻ ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെക്ടറിൽ ശക്തമായി നിലനിന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നിലെ അദൃശ്യ ശക്തിയായി ടാറ്റ ട്രക്സ് പ്രവർത്തിച്ചു. പക്ഷേ 1990-കളിൽ ഒരു പുതിയ തീരുമാനം: പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലേക്ക് കടക്കണം. 1990-ൽ ടാറ്റ സിയാറ പുറത്തിറങ്ങി. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത ആദ്യ SUV മോഡലുകളിൽ ഒന്നായിരുന്നു അത്. 1998-ൽ ടാറ്റ ഇൻഡിക്ക പുറത്തിറങ്ങി. പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത പാസഞ്ചർ കാർ. ലോഞ്ച് സമയത്ത് വലിയ പ്രതീക്ഷകൾ. ആദ്യ വെർഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇംപ്രൂവ്ഡ് വെർഷനിൽ വലിയ വിജയം നേടി. ഇൻഡിക്ക ടാറ്റ മോട്ടോഴ്സിനെ പാസഞ്ചർ കാർ സെഗ്മെന്റിൽ സീരിയസ് പ്ലെയർ ആക്കി. ഇതോടെ ടെൽകോ എന്ന പേര് ടാറ്റ മോട്ടോഴ്സ് ആയി മാറി. ഒരു ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓട്ടോമൊബൈൽ ഗെയിൻ്റായി മാറി. 2004-ൽ സൗത്ത് കൊറിയയിലെ ദിയാഗോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ ഏറ്റെടുത്തു. ഇന്റർനാഷണൽ എക്സ്പാൻഷൻ തുടങ്ങി. പക്ഷേ 2008-ൽ നടന്ന വലിയ ചരിത്രം: ഫോർഡിൽ നിന്നുള്ള ജാഗ്വർ, ലാൻഡ് റോവർ എന്നീ രണ്ട് ഐക്കോണിക് ബ്രിട്ടീഷ് ലക്ഷറി ബ്രാൻഡ് ടാറ്റ മോട്ടോഴ്സ് സ്വന്തമാക്കി. ലോക സാമ്പത്തിക മാന്ദ്യം നടന്നിരുന്ന സമയത്ത് എടുത്ത വലിയ റിസ്ക്. പലരും സംശയിച്ചു ഇന്ത്യൻ കമ്പനിക്ക് ലക്ഷറി ബ്രാൻഡ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ ടാറ്റ ലോങ് ടേം വിഷൻ പിന്തുടർന്നു. ജാഗ്വർ, ലാൻഡ് റോവറിനെ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കാൻ അനുവദിച്ചു. ടെക്നോളജി, ഇന്നോവേഷൻ, ഡിസൈൻ എല്ലാം മെച്ചപ്പെടുത്തി. കുറച്ചു വർഷങ്ങളിനുള്ളിൽ JLR പ്രോഫിറ്റ് ജനറേറ്റിംഗ് ബ്രാൻഡാക്കി. ഇതിനിടെ ടാറ്റ നാനോ എന്ന അഫോർഡബിൾ കാർ പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. സാധാരണ കുടുംബങ്ങൾക്ക് കാർ ലഭ്യമാക്കണം എന്ന ഡ്രീം. നാനോ ലോക ശ്രദ്ധ നേടി. കൊമേഴ്ഷ്യൽ സക്സസ് കുറവായിരുന്നുവെങ്കിലും ഇന്നോവേഷൻ എന്ന നിലയിൽ അത് വലിയ പരീക്ഷണമായിരുന്നു. 2010-കൾക്ക് ശേഷം ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ ഡിസൈൻ ലാംഗ്വേജ് മുഴുവൻ മാറ്റി. ടിയാഗോ, നെക്സോൺ, ഹാരിയർ പോലുള്ള മോഡൽസ് ലോഞ്ച് ചെയ്തു. പ്രത്യേകിച്ച് നെക്സോൺ 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടി. സേഫ്റ്റി എന്നത് ടാറ്റയുടെ ഐഡന്റിറ്റി ആയി മാറി. ഇന്ന് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ സ്ട്രോങ് ലീഡറാണ്. നെക്സോൺ EV ഇന്ത്യയിൽ EV റിവോല്യൂഷൻ നയിക്കുന്നു. സസ്റ്റൈനബിൾ ഫ്യൂച്ചറിലേക്ക് കമ്പനി ഫോക്കസ് ചെയ്യുന്നു. റെയിൽവേ ലോക്കോമോട്ടീവ്സ് നിർമ്മിച്ച ഒരു കമ്പനി ഇന്ന് ട്രക്സ് മുതൽ ലക്ഷറി SUVs വരെ നിർമ്മിക്കുന്ന ഗ്ലോബൽ ഓട്ടോമൊബൈൽ പവർ ഹൗസ് ആയി മാറി. ടാറ്റ മോട്ടോഴ്സിന്റെ ജേർണി നമ്മെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം: വിഷൻ ഉണ്ടെങ്കിൽ, റിസ്ക് എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡിനും ലോകം കീഴടക്കാം. ഇത് വെറും ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ കഥയല്ല, ഇതൊരു ഇന്ത്യൻ സ്വപ്നത്തിന്റെ യാത്രയാണ്. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.